എമർജൻസി ഡോർ ഇല്ലാത്തത് രോഗികളെ പെട്ടെന്ന് പുറത്തെത്തിക്കുന്നതിന് തടസ്സമായെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിലെ അപകടത്തിനിടെ മരിച്ച നസീറയുടെ ബന്ധുക്കൾ. സുരക്ഷാ ജീവനക്കാർ അപകട സമയത്ത് സഹായത്തിനെത്തിയില്ല. ഒരു വാതിൽ ചങ്ങലയിട്ട് പൂട്ടിയിരുന്നു. താൽക്കാലിക ഐസിയുവിലേക്ക് മാറ്റിയപ്പോഴും നസീറയ്ക്ക് ജീവൻ ഉണ്ടായിരുന്നുവെന്നും ബന്ധു പറഞ്ഞു. ഞങ്ങൾ മിഞ്ഞാന്നായിരുന്നു ഇങ്ങോട്ട് കൊടുന്നിരുന്നത്. വിംസ് ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് കൊടുന്നതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നലെ വൈകുന്നേരത്തായിരുന്നു ഐസിയുലേക്ക് മാറ്റിയത്. അതിൽ ഇവിടെ ആയിരുന്നു. പിന്നെ വെന്റിലേറ്ററിലായിരുന്നു ഉണ്ടായിരുന്നത്. പുക വരുന്ന സമയത്ത് നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നു? പുക വരുന്ന ഞങ്ങളിപ്പോൾ ഐസിയുന്റെ പുറത്തുണ്ടായിരുന്നു ഞങ്ങള്. അപ്പോൾ ആൾക്കാരെയൊക്കെ വേഗം ഷിഫ്റ്റ് ചെയ്ത് പിന്നെയാണ് വന്നിട്ട് അവിടെ എമർജൻസി ഡോർ ഇതൊന്നും ഇല്ലായിരുന്നു. ഒരു ഡോറിലത് ഒന്ന് ചെയിൻ വെച്ച് ലോക്ക് ചെയ്തിട്ട് അത് പൊട്ടിച്ചിട്ട് ആണ് ഒരു ഡോറ് തുറക്കാനും കിട്ടിയില്ലായിരുന്നു. എന്നിട്ട് അപ്പുറത്ത് കൂടെയാണ് ഡോറ് ചവിട്ടി പൊളിച്ചിട്ട് ഞങ്ങൾ ഉള്ളിൽ കയറിയിട്ട് പുറത്തേക്ക് ഇറക്കിയത്. അത് സെക്യൂരിറ്റി ജീവനക്കാരൊന്നും ഒന്നിനും ഒരാളെ അവിടെ കണ്ടില്ല. ജീവൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ കൊടുന്ന് മേലെ ഐസിയുലേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു. വെന്റിലേറ്റർ ഇല്ലാതെയായിരുന്നു പുറത്തേക്ക് കൊണ്ടുവരുന്നത്. വെന്റിലേറ്ററിലായതുകൊണ്ട് അന്നെടുത്ത് പുറത്തോട്ട് വരാനുള്ള സാഹചര്യം അല്ലായിരുന്നു. അവിടെ ഒരു ഭീകര അന്തരീക്ഷമായിരുന്നു. ഒരു 10 മിനിറ്റോളം പുറത്ത് കിടത്തി. അത് കഴിഞ്ഞിട്ട് 15 മിനിറ്റ് സിസ്റ്റർമാരുണ്ടായിരുന്നു, ഡോക്ടർമാരും ഉണ്ടായിരുന്നു. അപ്പം ഐസിയിലുള്ള പേഷ്യന്റുകൾ എല്ലാവരും ഞങ്ങൾ പുറത്തോട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും പുറത്ത് കൊണ്ട് കിടത്തിക്കുക. എന്നിട്ട് പിന്നെയാണ് അവിടുന്ന് ആംബുലൻസിൽ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത് മേളത്തേക്ക്. അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറോളം ഉണ്ടായിരുന്നു. പിന്നെ പൾസ് കുറഞ്ഞു പോയി. പിന്നെ ഇതായി വന്നില്ല. ചികിത്സ കിട്ടിയിട്ടുണ്ടായിരുന്നു. മേലെ ഐസിയിലേക്ക് കൊടുന്ന് ചികിത്സ ഇതായിരുന്നു. വെന്റിലേറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അറിയില്ല എന്തൊക്കെ. ഇനിയിപ്പോ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുത്തെ ഫോർമാലിറ്റീസ് കഴിഞ്ഞ് കൊണ്ടുപോകണം എന്നുള്ള ഒരു ഇതാണ് ഉണ്ടാവും. അതിനുള്ള പോലീസുകാർ വരുന്നുണ്ട്, മേപ്പാടി സ്റ്റേഷനിൽ നിന്ന് വരുന്നുണ്ട്. അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അല്ല, ഇത് പറഞ്ഞ പെട്ടെന്നുണ്ടായ ഒരു ആക്സിഡന്റ് ആണ്. ഞാൻ അവിടെ ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ ഒരു മഴ പെയ്ത് കഴിഞ്ഞിട്ട് 2 വട്ടം പവർ പോയി വന്ന് കളിച്ചു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു പൊട്ടലും ഇതും ആദ്യം കാഷ്വാലിറ്റീൻ്റെ അവിടെ നിന്നാണ് തുടങ്ങിയത്. അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ പോകാതായി വരികയായിരുന്നു ചെയ്തത്. അപ്പോൾ തന്നെ ഇവിടുത്തെ ആൾക്കാരെയൊക്കെ മാറ്റി. പക്ഷെ മെയിനായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എമർജൻസി ഡോറ് ഇല്ല. ഒരു പേഷ്യന്റിനെയും കൊണ്ട് പുറത്തോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ സ്റ്റെപ്പ് വഴിയൊക്കെയാണ് ഇറങ്ങിയത്. ഒരു ഡോറ് ചവിട്ടിപ്പൊളിച്ച് എല്ലാവരും കൂടി ചവിട്ടിപ്പൊളിച്ച് ആ വഴിയാണ് ഇറങ്ങിയത്. ഒരു ഡോറുള്ളത് അവിടെ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അതൊക്കെ ഭയങ്കര വിജയമാണ്. ദൃശ്യ പുതിയടത്ത് ചേരുന്നുണ്ട്. ദൃശ്യ, ഇവിടെ ആശുപത്രിയുടെ കാര്യങ്ങൾ നേരത്തെ തന്നെ പ്രിൻസിപ്പൽ അതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചു കഴിഞ്ഞതാണ്. പക്ഷേ അതിൽ ക്ലാരിറ്റി വരേണ്ടതുണ്ട്. അതിന്റെ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ബന്ധുക്കൾ നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണ്? അവർക്ക് പരാതിയുണ്ടോ? എന്താണ് അടുത്ത നടപടികൾ എന്നാണ് പറയുന്നത്? ധന്യ, വലിയ ആരോപണങ്ങളാണ് ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കാരണം ഈ എമർജൻസി ഡോറ് ഇല്ലാത്തത് തന്നെയാണ് പ്രധാനമായും ഉയർന്നു വരുന്ന ആരോപണം. കാരണം ഈ എന്റെ പുറകിൽ കാണുന്നതാണ് ഇന്നലെ അവർ ചവിട്ടി പൊളിച്ചു എന്ന് പറയുന്ന വാതിൽ. ഇത് ചങ്ങലയിട്ട് പൂട്ടിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഇത് ചവിട്ടി പൊളിച്ചതിന് ശേഷമാണ് ഈ രോഗികളെയും കൊണ്ട് ബന്ധുക്കളും അവിടെ ഉണ്ടായിരുന്ന ആളുകളും പുറത്തേക്ക് കടക്കുന്നത്. ആ സമയത്ത് സെക്യൂരിറ്റി ജീവനക്കാർ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു ആരോപണം കൂടി ഈ ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. എന്തായാലും വളരെ പണിപ്പെട്ടാണ്, പടികളൊക്കെ ഇറങ്ങിയാണ് പലരെയും പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അത് മാത്രമല്ല, ഈ പുറത്തിറങ്ങുന്ന ഭാഗത്ത് ആശുപത്രിയിലെ ഉപകരണങ്ങൾ കൂട്ടിയിട്ടതുകൊണ്ട് തന്നെ ഈ പെട്ടെന്ന് പുറത്തേക്ക് എത്തിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കൂടി ഈ രോഗികളുടെ ബന്ധുക്കൾ പറയുന്നുണ്ട്. ഈ പുറത്തെത്തിച്ച സമയത്ത് തന്നെ ഈ ആദ്യം സംസാരിച്ച ഗംഗാധരന്റെ ബന്ധു പറഞ്ഞതനുസരിച്ച് ഇയാൾക്ക് പുറത്തെത്തിക്കുന്ന സമയത്ത് 5 മിനിറ്റോളം ജീവൻ ഉണ്ടായിരുന്നു. ഓക്സിജൻ കുറഞ്ഞാണ്, സോഡിയം കുറഞ്ഞാണ് ഇവിടെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. അതിനുശേഷം ഓക്സിജൻ നൽകുകയായിരുന്നു. പിന്നീട് ഈ പെട്ടെന്നുണ്ടായ ഈ അപകടം, പുക ഉയർന്നതിനെ തുടർന്ന് രോഗിയെയും കൂട്ടി ബന്ധുക്കൾ തന്നെയാണ് പുറത്തേക്ക് കടക്കുന്നത്. പിന്നീട് ഈ 5 മിനിറ്റോളം ഇയാൾക്ക് ജീവൻ ഉണ്ടായിരുന്നു, സംസാരിച്ചിരുന്നു. ആ സമയത്ത് ഈ ഒരു തിരക്കിനിടയിൽ അല്ലെങ്കിൽ ഈ ഒരു അപകടത്തിനിടയിൽ പെട്ടെന്ന് ഡോക്ടർമാർക്ക് എത്താൻ സാധിച്ചില്ല. പിന്നീടാണ് ഈ സംസാരിച്ചിരുന്ന ആളുടെ ജീവനാണ് പിന്നീട് നഷ്ടമായത്. നസീറയുടെയും അവസ്ഥ അതുപോലെ തന്നെയായിരുന്നു. ഈ പുറത്തിറക്കി ഏകദേശം അരമണിക്കൂറോളം താൽക്കാലിക ഐസിയുലേക്ക് മാറ്റുന്ന സമയത്തും ഈ നസീറയ്ക്ക് ജീവൻ ഉണ്ടായിരുന്നു. ഇവരുമായി സംസാരിച്ചിരുന്നു.
ഈ അത്യാഹിത വിഭാഗത്തിലായിരുന്നു, ഈ വെന്റിലേറ്ററിലായിരുന്നു ഇവർ ഉണ്ടായിരുന്നത്. പിന്നീട് ഐസിയുലേക്ക് മാറ്റുന്ന സമയത്ത് ഇവർ സംസാരിച്ചിരുന്നു. പിന്നീടാണ് ഈ പൾസ് കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. ഇതിനൊക്കെ കാരണം ഈ പെട്ടെന്ന് ചികിത്സ ലഭിക്കാത്തത് അല്ലെങ്കിൽ പെട്ടെന്ന് ഇവരെ പുറത്തെത്തിക്കാൻ സാധിക്കാത്തത് തന്നെയാണെന്നാണ് ഈ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുള്ള ആരോപണം. എന്തായാലും ഈ മെഡിക്കൽ കോളേജ് പോലീസിൽ ഇവരെത്തി മൊഴി നൽകിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കം ഈ മൃതദേഹം, ഈ ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇനി കടക്കും. അത് മാത്രമല്ല, അല്പസമയത്തിനകം തന്നെ ആരോഗ്യമന്ത്രി സ്ഥലത്തെത്തും, ഈ സ്ഥലം സന്ദർശിക്കും. അതുകൂടാതെ തന്നെ ഈ ബന്ധുക്കളോടും സംസാരിക്കും. ഈ മെഡിക്കൽ ബോർഡ് ഈ ഒരു ശ്വാസം മുട്ടിയാണ് ഈ രോഗികൾ മരിച്ചത് എന്നുള്ള ആരോപണം ഉയർന്നതോടെ ഇവിടെ മെഡിക്കൽ ബോർഡ് ചേരുന്നുണ്ട്, ഉന്നതതല യോഗം ചേരുന്നുണ്ട്. എന്തായാലും അതിനൊക്കെ ശേഷമായിരിക്കും കൃത്യമായി എന്താണ് സംഭവിച്ചത്, ഈ ഒരു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം റിപ്പോർട്ട് വരണം. എന്നാൽ മാത്രമായിരിക്കും ഈ ഓക്സിജൻ ലഭിക്കാത്തതാണോ അല്ലെങ്കിൽ കൃത്യമായി ചികിത്സ ലഭിക്കാത്തത് തന്നെയാണോ ഈ മരണ കാരണം. പുറത്തേക്ക് എത്തിക്കുന്നതിനിടയിൽ കൃത്യമായി ചികിത്സ ഉറപ്പാക്കാൻ സാധിച്ചില്ല എന്നുള്ള ആരോപണം തന്നെയാണ് ഈ രോഗികളുടെ ബന്ധുക്കളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നത്. ഈ എന്റെ പുറകിൽ കാണുന്ന വാതിലടക്കം ചവിട്ടിപ്പൊളിച്ചാണ്, ഈ ചങ്ങലയിട്ട് പൂട്ടിയിരുന്നു. ഈ എമർജൻസി വാതിലുകൾ ഇല്ലാത്തത് തന്നെയാണ് ഇത്തരത്തിൽ പെട്ടെന്ന് പുറത്തേക്ക് എത്തിക്കുന്നതിലും. ഇത് കൂടാതെ തന്നെ പലരും പടികൾ ഇറക്കിയാണ് രോഗികളെ പുറത്തേക്ക് എത്തിച്ചത്. ആശുപത്രിയിലെ ഉപകരണങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ പുറത്തേക്ക് എത്തിക്കുന്നതിലും ബുദ്ധിമുട്ടുണ്ടായി തുടങ്ങിയ ആരോപണങ്ങൾ തന്നെയാണ് ബന്ധുക്കളുടെ ഭാഗത്തുനിന്നുണ്ടായത്. എന്തായാലും ഈ ഉന്നതതല യോഗവും മെഡിക്കൽ ബോർഡും ഒക്കെ കൂടിയതിന് ശേഷമായിരിക്കും എന്തൊക്കെയാണ് ഇവിടെ നടന്നത്, അല്ലെങ്കിൽ ഈ പുക ഉയരാൻ കാരണം എന്താണ്, പൊട്ടിത്തെറിക്ക് കാരണം എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ കൃത്യമായ ഒരു വ്യക്തത ലഭിക്കണമെങ്കിൽ ഇങ്ങനെ യോഗം ചേരണം. അത് മാത്രമല്ല, ഫയർഫോഴ്സിന്റെയും ഈ മറ്റ് വിഭാഗങ്ങളുടെയും ഒക്കെ പരിശോധനകൾ നടക്കാനുണ്ട്. അതുവഴി മാത്രമായിരിക്കും നമുക്ക് ഈ സമയം വരെ നമുക്ക് എന്താണ് സംഭവിച്ചത്. ഈ ഒരു പുതിയൊരു കെട്ടിടമാണ്, ഈ കെട്ടിടത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇന്നലെ ഈ പ്രശ്നം ഉണ്ടാകുന്ന സമയത്തിന് കുറച്ച് സമയം മുൻപ് 2 തവണ ഇവിടെ വൈദ്യുതി ഉണ്ടായിരുന്നില്ല, വൈദ്യുതി നിലച്ചിരുന്നു, പെട്ടെന്ന് വന്നിരുന്നു. രണ്ടാമത് ഇങ്ങനെ കറണ്ട് വന്ന സമയത്താണ് ഇങ്ങനെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നത്, ശബ്ദം കേൾക്കുന്നത്. പിന്നീട് പുകയുരുന്നതും ഈ രണ്ടാമത് കറണ്ട് വന്ന സമയത്താണ്. ഇനി എന്താണ് ഷോർട്ട് സർക്യൂട്ട് തന്നെയാണോ ഇതിന് കാരണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത വരണമെങ്കിൽ പരിശോധന നടത്തേണ്ടതുണ്ട്. ഈ രോഗികളുടെ ആരോപണങ്ങൾ കൃത്യമായി ഈ ഉന്നതതല യോഗത്തിലും മെഡിക്കൽ ബോർഡിലും ഒക്കെ പരിശോധിക്കും. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം ഇതിലൊരു കൃത്യമായ വ്യക്തത എന്തായാലും ലഭിക്കും തന്നെയാണ്.